ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്താണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ബോഷിൻ്റെ ഒരു വാഷിംഗ് മെഷീനാണ്, ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. നേരത്തെ ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീന് കൊടുത്തിട്ട് ഇതൊരു 6 വർഷം ആയി ഇത് പുതിയത് മാറി വാങ്ങിച്ചിട്ട്. ഇതുവരെയും വലിയ കേടൊന്നും ഉണ്ടായിട്ടില്ല. വാഷിംഗ് മെഷീനൊന്നും നമ്മൾ എപ്പോഴും ഒന്നും കഴുകി വൃത്തിയാക്കാറൊന്നുമില്ല, ക്ലീൻ ചെയ്യാറില്ല. ഓരോ വാഷ് കഴിയുമ്പോഴും നമുക്ക് ഇത് കഴുകാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്നും വരില്ല. എപ്പോഴും കഴുകണമെന്നില്ല, പക്ഷേ ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഇത് ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇതിനുള്ളിൽ നല്ലതായിട്ട് ചെളിയുണ്ട്. ഇത് കാണുമ്പോഴറിയാമല്ലോ. ഞങ്ങളതൊന്ന് ഊരി നോക്കിയതാണ്. ഊരാനൊന്നും ഒരു പാടുമില്ല, പ്രയാസമില്ലാത്തതാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് വൃത്തിയാക്കിയിട്ട് ഒരു 2, 3, 4, 5 മാസമെങ്കിലും ആയിട്ടുണ്ട്. നമ്മളെത്ര ശ്രദ്ധിച്ചാലും പുറത്ത് പോയിട്ട് വരുമ്പോൾ വായുവിലുള്ള പൊടിയും മണ്ണിലെ പൊടിയും അഴുക്കൊക്കെ ആയിട്ട് ഡ്രസ്സിലുണ്ടാവും. നമ്മളത് കഴുകുന്ന സമയത്ത് ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇത് അടിഞ്ഞിരിക്കും. ഇത് ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ കുറേ ചെളിയൊക്കെ ഇളകി വന്നു. പിന്നെ അത് പതുക്കെ ഊരിയെടുത്ത് കഴുകുകയാണ്. ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ചേട്ടനാണത് വൃത്തിയാക്കുന്നത്. കൊച്ചു കുട്ടികളും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡ്രസ്സിലൊക്കെ ഉറപ്പായിട്ടും നല്ലതായിട്ട് ചെളിയും പൊടിയും ഒക്കെ പിടിക്കും. അത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസമാണ്. അപ്പോൾ വാഷിംഗ് മെഷീനിലിട്ടായിരിക്കും നമ്മൾ മിക്കവാറും പേരും ഒക്കെ ഇപ്പോൾ കഴുകുന്നത്. അപ്പോൾ അങ്ങനെ വൃത്തിയാകണമെന്നുണ്ടെങ്കിൽ ആ മെഷീനും കൂടി നമ്മൾ ഇടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് ചെളിയുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. കുറേ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നോക്കി. പിന്നെ ലിക്വിഡ് തന്നെ വാഷ് ഉപയോഗിക്കുന്ന ലിക്വിഡ് തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് മെഷീനും ലാസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ ഡ്രസ്സ് കൂടുതൽ വൃത്തിയാവുന്നതിനും ഒക്കെ സഹായിക്കും. നമ്മൾ ആ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് കഴുകാൻ ഉപയോഗിക്കുന്ന ആ ലിക്വിഡുകൾ തന്നെ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഒത്തിരി പരുക്കനായിട്ടുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ട് ഉരച്ച് കഴുകണമെന്നില്ല. നല്ലൊരു ബ്രഷ് എടുത്താലും മതി. നമ്മൾ ഡ്രസ്സൊക്കെ കഴുകുമ്പോഴൊക്കെ പുറത്ത് കഴുകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സോഫ്റ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് കഴുകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് കഴുകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒത്തിരി അത് ഉരയ്ക്കുമ്പോൾ കുറേ പാടുകളൊക്കെ വരും. നല്ല ചെളിയുണ്ടായിരുന്നു. ആകെ ഒരു തവണ മാത്രമേ നമ്മൾ ഇത് കഴുകിയിട്ടുള്ളൂ. കാരണം ഞങ്ങൾ 2 പേരും മാത്രം ഉള്ളപ്പോൾ അധികം പുറത്ത് പോകാതെയൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ വലിയ ചെളിയൊന്നും കാണത്തില്ല. എന്നാലും നമ്മൾ വല്ലപ്പോഴും ഇത് കഴുകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഒത്തിരി പഴയ മെഷീനൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും കുറവ് ചെളി. കൂടുതൽ പഴയ മെഷീനാണെങ്കിൽ നമ്മൾ കഴുകാതെയും ഇരിക്കുന്നതാണെങ്കിൽ നന്നായിട്ട് ചെളി ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒന്ന് തുറന്ന് നോക്കണം. ഈ മെഷീനകത്ത് എന്തുമാത്രം ചെളിയുണ്ടെന്ന് അന്നേരം അറിയാൻ പറ്റും. ഇത് വല്ല സ്ക്രൂ ഡ്രൈവറൊക്കെ ഇപ്പം നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ചിട്ട് പതുക്കെ ഇതിനുള്ളിലെ നട്ട്സൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ചെളിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് പറഞ്ഞാലും അത് നന്നായിട്ട് അത് തുരുമ്പൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല. ആ നട്ട്സൊക്കെ ആണേലും നട്ടുകളൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി തന്നെ വെക്കുന്നതാണ് നല്ലത്. എല്ലാം അഴിച്ചെടുത്ത് നന്നായിട്ട് കഴുകി അതിലെ ചെളി ആകവും പുറവും ഒക്കെ വൃത്തിയാക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന ഈ ടാങ്കിൻ്റെ ഭാഗവും സൈഡിലൊക്കെ ചെറുതായിട്ട് അഴുക്കുണ്ടായിരുന്നു. അതൊരു പഴയ ടൂത്ത് ബ്രഷൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. എല്ലാം വൃത്തിയാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്പം ചൂടുവെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഡിറ്റർജൻറ്റും കൂടെ ചേർത്ത് മെഷീനൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും. ഞങ്ങൾ അല്പം ചൂടുവെള്ളവും അതുപോലെ വാഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന തന്നെ അല്പം ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഓണാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു. വീണ്ടും എന്നിട്ട് ചേട്ടന് നല്ല തുണിയിട്ട് തുടച്ചൊക്കെയാണ് വയ്ക്കുന്നത്. എന്തായാലും വാഷിംഗ് മെഷീന് വല്ലപ്പോഴും ഒന്ന് നമ്മൾ ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.